ഏത് നിമിഷവും ഇറാനിൽ ഒരു കരയാക്രമണം അമേരിക്ക അഴിച്ചുവിടാനുള്ള സാഹചര്യമാണ് നിലവിലുള്ളത്. 10,000 സൈനികരെ അണിനിരത്തിക്കൊണ്ട് ഇറാന്റെ യുറേനിയം പിടിച്ചെടുക്കുമെന്നാണ് ഇപ്പോൾ അമേരിക്ക മറ്റൊരു അവകാശവാദം ഉന്നയിച്ചിരിക്കുന്നത്, ട്രംപ് പറയുന്നത്. പക്ഷേ ഇപ്പോൾ കനത്ത തിരിച്ചടിയാണ് അമേരിക്കയ്ക്ക് ലഭിക്കാനായിട്ട് പോകുന്നത്. ഇതിന്റെ പ്രധാനപ്പെട്ട കാരണം ഇറാനെ കരയുദ്ധത്തിൽ അമേരിക്കയ്ക്ക് തോൽപ്പിക്കുക എന്നുള്ളത് അത്ര സാധാരണമായിട്ടുള്ള ഒരു കാര്യമല്ല. വ്യോമാക്രമണത്തിൽ അമേരിക്കയ്ക്ക് ഇറാന്റെ മേൽക്കൈ നേടാൻ സാധിക്കുമെങ്കിലും കരയാക്രമണത്തിൽ അല്ലെങ്കിൽ കരയുദ്ധം തുടങ്ങിക്കഴിഞ്ഞാൽ ഇറാൻ സൈനികരുടെ ചൂട് അമേരിക്ക അറിയുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അതുകൊണ്ട് തന്നെയാണ് ടെഹ്റാൻ ടൈംസ് നരകത്തിലേക്ക് അമേരിക്കൻ സൈനികർക്ക് സ്വാഗതം എന്ന് പറഞ്ഞ പത്രത്തിൽ കുറിപ്പെഴുതിയത്. എന്തായാലും അമേരിക്കയും ഇറാനും തമ്മിലുള്ള വർദ്ധിച്ചു വരുന്ന സൈനിക സംഘർഷത്തിനിടയിൽ ഒരു പ്രധാന വാർത്ത പുറത്തു വന്നിരിക്കുകയാണ്. ഇസ്രായേലി മാധ്യമ റിപ്പോർട്ടുകൾ പ്രകാരം അമേരിക്ക ഇറാനെതിരെ ഒരു കര സൈനിക നടപടി ആരംഭിച്ചാൽ ഇസ്രായേൽ സൈനികർ അതിൽ നേരിട്ട് പങ്കെടുക്കില്ല എന്നാണ് ഇപ്പോൾ ഇസ്രായേൽ പറഞ്ഞിരിക്കുന്നത്. പ്രത്യേകിച്ച് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇറാനിൽ ഗ്രൗണ്ട് ബൂട്ടിംഗ് നടത്താൻ തയ്യാറെടുക്കുന്നുണ്ടെങ്കിലും നെതന്യാഹുവിന്റെ സൈന്യം ഈ ദൗത്യത്തിൽ അമേരിക്കയോടൊപ്പം നിലത്തിറങ്ങില്ലെന്ന് ഇസ്രായേലി മാധ്യമ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. ഈ അപകടകരമായ ദൗത്യത്തിൽ അമേരിക്ക ഒറ്റയ്ക്ക് മുന്നോട്ട് പോകേണ്ടി വരുമെന്ന് തന്നെയാണ് ഇപ്പോൾ ഇസ്രായേൽ അമേരിക്കയ്ക്ക് മുന്നറിയിപ്പ് കൊടുത്തുകൊണ്ട് പറയുന്നത്. വിദഗ്ധരുടെ അഭിപ്രായത്തിൽ ഇസ്രായേലിന്റെ ഈ മനോഭാവം തന്ത്രപരമായിട്ടുള്ള കാരണങ്ങളായിരിക്കാം. ഇസ്രായേൽ നേരിട്ട് ഈ കരയുദ്ധത്തിൽ ഏർപ്പെട്ടാൽ മുഴുവൻ മിഡിൽ ഈസ്റ്റ് മേഖലയിലും ഉണ്ടാകുന്ന സംഘർഷം അങ്ങേയറ്റം ഭയാനകരമാകും. കൂടാതെ ഇസ്രായേൽ നിലവിൽ സ്വന്തം ആഭ്യന്തര സുരക്ഷാ വെല്ലുവിളികൾ നേരിടുന്നു. അതിനാൽ ഇറാൻ പോലുള്ള ശക്തമായ ഒരു രാജ്യത്തിനെതിരായ ഒരു വലിയ യുദ്ധത്തിൽ നേരിട്ട് ഇടപെടുന്നത് ഒഴിവാക്കുകയാണ്. എന്നിരുന്നാലും ഇന്റലിജൻസ് അല്ലെങ്കിൽ സാങ്കേതിക സഹകരണം പോലുള്ള സൈനിക സഹായമില്ലാത്ത മറ്റേതെങ്കിലും വിധത്തിൽ ഇസ്രായേൽ യുഎസിനെ സഹായിക്കുമോ എന്ന് ഇതുവരെ വ്യക്തമായിട്ടില്ല എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. കര ആക്രമണത്തിലുള്ള ഓപ്ഷനുകൾ ഇപ്പോൾ പെന്റഗൺ തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം എന്ന് പറയുന്നത്. പശ്ചിമേഷ്യയിൽ തങ്ങളുടെ സൈനികരുടെയും യുദ്ധക്കപ്പലുകളുടെയും യുദ്ധവിമാനങ്ങളുടെയും എണ്ണം ഗണ്യമായി വർദ്ധിച്ചുകൊണ്ട് സമ്മർദ്ദം വർദ്ധിപ്പിക്കുക എന്ന തന്ത്രമാണ് അമേരിക്ക നിലവിൽ സ്വീകരിച്ചിരിക്കുന്നത്. പോരാത്തതിന് ഇറാനെതിരായ സാധ്യമായ കര സൈനിക നടപടികൾക്കുള്ള വിവിധ ഓപ്ഷനുകളെ കുറിച്ച് പെന്റഗൺ ഇപ്പോൾ ചിന്തിക്കാനും പ്രവർത്തിക്കാനും തുടങ്ങിയിട്ടുണ്ട്. എന്നാൽ ഡൊണാൾഡ് ട്രംപോ US ഭരണകൂടമോ സൈനികരെ ഇറക്കുന്നത് സംബന്ധിച്ച് അന്തിമ തീരുമാനം എടുത്തിട്ടില്ല എന്ന റിപ്പോർട്ടുകളും ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.